2025 മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച രേവതി നക്ഷത്രക്കാർക്ക്. അപ്പം നക്ഷത്ര രേവതി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലണ്ടർ എടുത്തിട്ട് മലയാളം കാലണ്ടർ എടുത്തിട്ട് അല്ലെങ്കിൽ ജാനുവരി 10-ൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. ഇനി മകരമാസത്തിൽ ജനിച്ച രേവതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മക്കളുമായിട്ടും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്, ടെൻഷനും കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. ചിലപ്പം ട്രാൻസ്ഫർ എല്ലാം കണ്ടേക്കാം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വീട് നിർമ്മിക്കാനെല്ലാം പറ്റിയതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ്. മാതാവിനെ നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിലും മക്കൾക്കും സഹോദരാദികൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ല മാസമൊന്നും അല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ഒരലസത അനുഭവപ്പെടും. മെയ് ജൂൺ മാസങ്ങൾ പൊതുവെ മോശമാണ്. സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനും എല്ലാം കുറച്ച് മോശം തന്നെ. മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്, ട്രാൻസ്ഫർ കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത്. അനാവശ്യമായ ശത്രുതയെല്ലാം കയറി വരും. അതേപോലെ തന്നെ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാനൊന്നും പറ്റിയ മാസം അല്ല. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുതയെല്ലാം കയറി വരും. സഹോദരങ്ങൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം കാര്യവിജയം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. സഹോദരങ്ങൾക്കും മാതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. മനസ്സമാധാനക്കുറവ് കൊണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. പണം നഷ്ടപ്പെട്ടതിലും സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ദൂരയാത്രകൾക്കെല്ലാം അവസരം കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ സഹോദരങ്ങൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. വസ്തുവാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം. ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുതയെല്ലാം കയറി വരും. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം. ഡിസംബർ മാസം പൊതുവെ മോശമാണ്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, കേസ് വഴക്കിലെല്ലാം പെടുക, വേണ്ടാതെ ശത്രുത കയറി വരും. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അച്ഛനും മക്കളും മാതാവും എല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് മോശം തന്നെ. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി കുംഭമാസത്തിൽ ജനിച്ച രേവതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ല മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്.
പക്ഷേ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവിനും എല്ലാം നല്ലതായിട്ട് കാണുന്നു. കുടുംബപരമായിട്ട് നല്ല വിദ്യാഭ്യാസപരമായിട്ടെല്ലാം ഒരു നല്ല മാസമാണ്. പക്ഷേ സഹോദരാദികൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ലതല്ല. അതേപോലെ തന്നെ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയല്ല ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ പോലെയുള്ളതെല്ലാം കാണും. ജൂൺ ജൂലൈ മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം. ജൂലൈ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. അതേപോലെ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ജൂലൈ മാസം. ജൂണല്ല, ജൂലൈ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ജൂൺ മാസം കുഴപ്പമില്ല, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓഗസ്റ്റ് മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം ജേഷിക്കുന്നതിന് കണ്ടെത്തും. പക്ഷേ മക്കളും മാതാവും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ കാണുന്നുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. പണനഷ്ടങ്ങൾ ഒഴിവാക്കണം. കളവ് പോകാനുള്ള സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, മാതാവിന് അത്ര നല്ല സമയമൊന്നുമല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കും. കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയതല്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ഒക്ടോബർ മാസം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. ദൂരെ യാത്രകൾക്ക് അവസരമുണ്ട്. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ മക്കളും മാതാവും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. ട്രാൻസ്ഫർ ഉണ്ടാകാം. പണം നഷ്ടപ്പെട്ടു പോവാതെ, കളവ് പോവാതെ അധിക ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. നവംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട്. ഡിസംബർ മാസം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കാണുന്നുണ്ട്. ഇനി മീനമാസത്തിൽ ജനിച്ച രേവതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. പണം നഷ്ടപ്പെട്ടു പോവാതെ, കളവ് പോവാതെയെല്ലാം, ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം ശ്രദ്ധിക്കണം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. മെയ് ജൂൺ മാസങ്ങൾ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിൻ്റെ നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണെങ്കിൽ ട്രാൻസ്ഫർ കണ്ടേക്ക്. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം.
ജൂലൈ ഓഗസ്റ്റ് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, മനസ്സമാധാനപ്പെടുക, ടെൻഷൻ. ഓഗസ്റ്റ് മാസം കേസ് വഴക്കിലൊന്നും പോകരുത്. വേണ്ടാതെ ശത്രുതകളെല്ലാം കയറി വരും. സെപ്റ്റംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ ഏകാന്തത അനുഭവപ്പെടാം. പണം അനാവശ്യ പണച്ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. അത് അനാവശ്യമായി കൈമെന്ന് എങ്ങനെയെങ്കിലും പണം പോയി പോകും. ഒക്ടോബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. അനാവശ്യ പണച്ചെലവുകൾ, ഒരു അലസത, ഒരു ഏകാന്തത അനുഭവപ്പെടുക, വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. പൊതുവെ ഒരു പണം കൈമെന്ന് അനാവശ്യമായി പോകുന്ന ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. നവംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയ മാസം തന്നെയാണ്. യാത്രകൾക്കെല്ലാം പറ്റിയതാണ്. ഇപ്പോൾ ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ പെട്ടെന്നുള്ള ചില ശത്രുത, തടസ്സങ്ങൾ, എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാനുള്ള സാധ്യതയുണ്ട്. പണം അനാവശ്യമായിട്ട് കൈമെന്നെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്ഫർ പോലെയുള്ളതിനെല്ലാം, അങ്ങനെയുള്ളതിനല്ലേ ഒരു ഏകാന്തത അനുഭവപ്പെടുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ഡിസംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണെങ്കിലും ജോലിയുടെ കൂടെ ട്രാൻസ്ഫർ, അതുപോലെ ഏകാന്തതയെല്ലാം അനുഭവപ്പെടും. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല.